കാരണം ഇപ്പോഴും ഞാനിപ്പോ സുരേഷ് ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് പോയപ്പോഴും കമൽ സാറൊക്കെ കെട്ടിപ്പിടിച്ച് ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ മാറി നിൽക്കും. കാരണം എന്താ ഇവൻ എൻ്റെ അടുത്തൊന്ന് ചാൻസ് ചോദിക്കുമോ എന്ന് പേടി. അപ്പൊ ഞാനെന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഡ്യൂട്ടി ബൗണ്ടാണ്. കാരണം ഇത്ര സീനിയേഴ്സ് ആകുമ്പോൾ നമ്മള് ജസ്റ്റ് പോയി നമ്മളൊന്ന് വിഷ് ചെയ്യും, അത്രേ ഉള്ളൂ. മനസ്സുകൊണ്ട് നമുക്കും നമ്മള് ഫ്രസ്ട്രേറ്റഡ് ആണ് അവരെ കാണുമ്പോൾ. കാരണം പിന്നെ ഒരു തവണ വിഷ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ തവണ മൈൻഡ് ചെയ്യില്ലെങ്കിൽ ഞാനും മൈൻഡ് ചെയ്യില്ല. അവർ മുമ്പ് ചെയ്യുന്നാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ അത്ര മോശമൊന്നുമല്ല. കാരണം ചില ആക്ടേഴ്സ് ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുത്താൽ മൈൻഡ് ചെയ്യില്ല. നമ്മള് ഒരു തവണയും കൂടെ നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുക്കും, പിന്നെ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ പോയി നിൽക്കും, ഞാൻ മൈൻഡ് ചെയ്യില്ല അയാളെ. രസം അത്. കാരണം നമ്മളെ നോക്കിയിട്ട് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവന്റെ പ്രോബ്ലം, എന്റെ പ്രോബ്ലം അല്ല. മനസ്സിലായി? ഇപ്പൊ ചില ആക്ടേഴ്സിനെ ഞാൻ കരുതി, എനിക്ക് നല്ല ഫ്രണ്ട്സ് ആരും ഇല്ല. ചില ആക്ടേഴ്സ് കെട്ടിപ്പിടിച്ചിട്ട് എന്താടാ നീ എത്ര നാളെ നീ എന്നെ വിളിച്ചോ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചോടനെ, എടാ അടുത്ത പടത്തിന് എനിക്കൊരു വേഷം എനിക്ക് ചെയ്തു തരണം, ഒരു യങ്സ്റ്റർ ആട്ടോ. തീർച്ചയായിട്ടും, പക്ഷെ ഈ പടത്തിലൊന്നും ഇല്ലടാ, സത്യയുടെ ഒന്നുമില്ല. പിന്നെയും 6 മാസം കഴിയുമ്പോ അവനെ കാണും, നീ എന്താണ് എന്നെ വിളിക്കാത്ത? എടാ അടുത്ത പടത്തിലൊരു വേഷം എനിക്ക് ഇവിടെ ഉറപ്പായിട്ടും. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അയാളോട് ചോദിക്കും, എടാ നീ എന്താ എന്നെ വിളിക്കാത്ത? അത് രസമാ, നമ്മളെ കണ്ണിന് കണ്ണു കൊടുക്കുന്ന. കാരണം വേറൊന്നുമല്ല, അയാൾ എൻ്റെ അടുത്ത് നോർമൽ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അയാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു, എടാ നീ എന്താണ് എത്ര നാളായടാ. നമ്മൾ ഒരുമാതിരി തേക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഹെവി ബംഗാളി തേപ്പ് കൊടുക്കും. അതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ സക്സസ് എല്ലാവരുടെ അടുത്തും വരുന്നൊരു ഫോർമുലയല്ല. നമ്മളാ ഫോർമുല നേടിയെടുക്കാൻ അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ ഭാഗമാകാനേ പറ്റും. ഇപ്പൊ ഇത് മനസ്സിൽ തട്ടിയാണ് ഒരുപാട് പറഞ്ഞെന്നറിയാം. ഇതുപോലത്തെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ബാക്ക് സ്റ്റാബിംഗ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിക്ടിം ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എന്തെങ്കിലും? ഞാൻ വിക്ടിം ആയിട്ടൊന്നും ആളൊന്നുമല്ല. ഞാൻ അതിനെ ബാക്ക് സ്റ്റാബ് ചെയ്ത എനിക്ക് പ്രശ്നമൊന്നുമല്ല. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് കേരളം വിട്ട ആളാണ്. ഞാൻ കേരളം വിട്ടെത്തിയിട്ട് ആൾക്കാർ പറയില്ലേ, നമ്മൾ ഇവിടെ ഒരു സ്ഥലം വിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകും. ഞാൻ വേറൊരു സ്ഥലത്ത് പോയി. ഞാൻ മനസ്സിൽ, കാരണം ഞാൻ എന്തായാലും ഞാൻ ജനിച്ച് വീണത് സിനിമയിൽ മാത്രമല്ല, എനിക്കൊരു കൈത്തൊഴിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്തെ നമ്മൾ മൊത്തത്തിൽ ഈ ആൾക്കാർ നമ്മളെ ചോദിക്കും, ഏതായാലും അടുത്ത പടം ചോദിക്കും. ഇപ്പൊ ദുബായിൽ നിന്ന് ആൾക്കാർ വരുമ്പോ എപ്പോഴാ തിരിച്ചു പോകുന്നത്, അതായത് ആൾക്കാർ ലീവിന് ഒരു ജോലി ഉണ്ട്, എപ്പോഴാണ് നീ ജോലിക്ക് പോകുന്നില്ലേ ചോദിക്കുന്നത്. അപ്പൊ നമുക്കിതൊരു ഭയങ്കര പ്രോബ്ലം ആയിട്ട് വരികയാണ് ചോദിക്കുമ്പോൾ. അപ്പൊ ഞാൻ ഇത് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ച് നാളെ ഞാൻ മാറിയിരുന്നു, ഒരു 2-3 വർഷം കംപ്ലീറ്റ് ബ്രേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് വർക്കൗട്ട് ആവുന്നില്ല. നാട് വിട്ടു എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഇവിടെ നേരെ ഡൽഹിയിലോട്ട് പോയി. ഡൽഹിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് ഹിന്ദിയൊന്നും അറിയില്ല. അവിടെ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി. ഞാനൊരു സാധാരണക്കാരനായിട്ട് ജീവിച്ചു. ഞാൻ കയറിയത് ഞാനൊരു കുക്കായിട്ടാണ് കയറിയത്, ഹെൽപ്പറായിട്ട്. അവിടുന്ന് കാര്യങ്ങളൊക്കെ, അവിടുത്തെ ഫുഡ് പഠിക്കുകയല്ല, ഇവിടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം പഠിച്ചു, ജീവിക്കാൻ പഠിച്ചു. എനിക്ക് അന്ന് ഇല്ലാത്ത കൊണ്ട്, ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഇവന് ഇല്ലാത്ത കൊണ്ടൊന്നും അല്ല പോയത്. കാരണം നമുക്ക്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്, നമുക്ക് ചില ജീവിതങ്ങളിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ റൂട്ട് തെറ്റി ഡ്രഗ്സോ മദ്യപാനം, ഞാൻ വേറൊരു ആംഗിളിൽ അതിനെ ഫൈറ്റ് ചെയ്തു. ഞാൻ വേറൊരു ആംഗിളിന് അതിനെ ചെയ്തു. തിരിച്ചു വന്നപ്പോ കുറച്ച് കരുത്തുള്ളൊരു മനുഷ്യനായി. മറ്റേതാകുമ്പോ ഭയങ്കര ഇളവായിരുന്നു ശരിക്കും പറഞ്ഞു. സോ ടെൻഡർ, ഞാൻ ഭയങ്കര വിഷമിക്കും. ഇപ്പം ബോധടല്ല. അപ്പൊ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കും, ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു നല്ലൊരു നടനുണ്ട്, നല്ലൊരു മനുഷ്യരാണ്, സൈജു കുറുപ്പ്. ഇത്രയും ജെന്യുവൻ ആയിട്ടുള്ള ആള്. കാരണം ഞാൻ അവനെയും പോലും വിളിച്ച്
ചോദിക്കും. പക്ഷെ അവൻ പറയൂ കേട്ടോ, എടാ ഇതിലുണ്ടാവും അടുത്തിട്ട് നോക്കാം. സി നമുക്ക് അങ്ങനത്തെ 1-2 പേര് കുറച്ച് ജെന്യൂൻ ആൾക്കാർ വേറെ അവൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവരൊക്കെ ആയിട്ടുള്ള ഒരു അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ട് വന്നൊരാളാണ്. അദ്ദേഹം ഈ ലെവലിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടെന്ന് വെച്ചാൽ അദ്ദേഹവും നന്നായി പഠിച്ചിട്ട് ആളാണ്. പക്ഷെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഈസ് എ ബെറ്റർ ആക്ടർ ദാൻ മീ. ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് ആക്ടറാണ്. ഞാൻ ജനിച്ച നല്ല സൂപ്പർ ബോൺ ആക്ടർ, ഞാൻ ചെയ്താണല്ലോ പഠിക്കുന്നത്. അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു ഞാൻ ഇതിനെ ഹാൻഡിൽ ചെയ്തൊരു സിറ്റുവേഷൻ. ഈ ആക്ടിങ് വിട്ടിട്ട് ഡൽഹിയിൽ പോയി ജീവിതം പഠിച്ചു വന്നു എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ ആ ഒരു കൈത്തൊഴിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, കുക്കിംഗ്. അത് എപ്പോ സായത്തമാക്കിയതാണ് ഈ കുക്കിംഗ്? അത് ഇതിന്റെ ഒരു താളം നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി. കാരണം ഇത് അധികം നാള് നമ്മൾ വിചാരിച്ച ലെവലിൽ എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഫാദറിന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് എറണാകുളത്ത്. അന്നത്തെ കാലത്ത് നന്നായിട്ട് പോകുന്നൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്ന് തന്തൂർ എന്നാണ് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് അപ്പോൾ അവിടുത്തെ ആദ്യം ചപ്പാത്തി പരത്താൻ പഠിച്ചു, പിന്നെ പൊറോട്ട ഉണ്ടാക്കി, വീച്ച് പൊറോട്ട ഉണ്ടാക്കി. ഇപ്പൊ ദൈവം സഹായിച്ച് നാളെ ഒരു ബിരിയാണി കട ഇട്ടാലും 10 കിലോ ബിരിയാണി സ്വന്തമായിട്ട് ഉണ്ടാക്കാം, കണ്ണടച്ചുണ്ടാക്കാം. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡ് ബൈ വേണം.